സേവികാ സംഘത്തിൻ്റെ ചുമതലയിലുള്ള വനിതാ മന്ദിരത്തിൻ്റെ ശതാബ്ദി ആഘോഷ നാളുകളിൽ സേവികാ സംഘത്തിൻ്റെ പ്രസിഡൻ്റായിരിക്കുന്നത് ഒരു വലിയ ഭാഗ്യകരമായ കാര്യമാണ്. ഞാനിവിടെ ഇരുന്ന് ശ്രദ്ധിച്ചപ്പോൾ സേവികാ സംഘത്തിൻ്റെയും വനിതാ മന്ദിരത്തിൻ്റെയും എല്ലാം അന്ന് മെത്രാപ്പൊലീത്ത തീത്തൂസ് ദ്വിതീയൻ മെത്രാപ്പൊലീത്തയായിരുന്നു. ആ പേര് എനിക്കുമുണ്ട് എന്നുള്ളത് നിങ്ങൾക്കത്ര സന്തോഷമില്ലെങ്കിലും എനിക്ക് നല്ല സന്തോഷമുള്ള കാര്യമാണ്. ഈ വലിയ ആളുകളുടെ പേര് പിടിച്ച് ആ പെരുമയിൽ ചെറിയ ശക്തി കണ്ടെത്തുന്നത് ഒരു സന്തോഷമുള്ള കാര്യമാണ്. ഇന്ന് മാർത്തോമാ സഭയിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കപ്പെടുന്ന ബിഷപ്പ് ആരായിരിക്കും എന്ന് ഞാൻ ചോദിച്ചാൽ നിങ്ങൾ പറയാതെ പറയും, ആരാണോ സേവികാ സംഘത്തിൻ്റെ പ്രസിഡൻറ്റ് അദ്ദേഹമാണ് ഈ സഭയിൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്നത്. ആർക്കെങ്കിലും സംശയമുള്ളവരൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഒറ്റയാളിനും സംശയമില്ല. മെത്രാപ്പൊലീത്ത ഒന്ന് കണ്ടോട്ട് എന്നുള്ളത് കൊണ്ടാണ് അത് എടുത്ത് പറഞ്ഞത്. ഇത് വളരെ സന്തോഷകരമായ കാര്യമാണ്. ഈ ലോകത്തിലെ ഏറ്റവും പ്രധാനമായ കാര്യമെന്ന് പറയുന്നത് സ്നേഹിക്കുക, സ്നേഹിക്കപ്പെടുക എന്നുള്ളതാണ്. ടു ലവ് ആൻഡ് ടു ബി ലവ്ഡ്. ഇന്ന് ഒരുപാട് ആളുകൾ ഇങ്ങനെ ആഗ്രഹിക്കുന്ന കാര്യമെന്ന് പറയുന്നത് സ്നേഹിക്കപ്പെടുക എന്നുള്ളതാണ്. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും കഴിവുള്ള നമ്മുടെ സഭയിലെ ഏറ്റവും ആദരിക്കപ്പെടുന്ന സംഘടനയാണ് സേവികാ സംഘം എന്നുള്ളതിനെക്കുറിച്ചും തർക്കമില്ല. വനിതാ മന്ദിരം 1925 ആരംഭിച്ചു എന്ന് ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ 100 കൊല്ലം മുമ്പ് ലോകം മുഴുവനും നമ്മുടെ നാട് എല്ലാം സ്ത്രീകളെ മുഖ്യധാരയിൽ പ്രതിഷ്ഠിച്ചിരുന്ന ഒരു കാലമല്ല. അവർ അവഗണിക്കപ്പെടുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അവരൊരു വസ്തുവായിട്ട് കണ്ടിരുന്ന ഒരു കാലമാണ്. അങ്ങനെയുള്ള ഒരു കാലത്ത് സേവികാ സംഘം അതിൻ്റെ ഒരു പ്രധാന പ്രവർത്തനമായി വനിതാ മന്ദിരത്തിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു എന്നുള്ളത് നമ്മുടെ സഭയെക്കുറിച്ച് എപ്പോഴും നമ്മൾ പറയുന്ന ആ പദം അന്വർത്ഥമാക്കുന്നതാണ്. അതായത് മുമ്പേ പറക്കുന്ന പക്ഷികൾ. കാഴ്ചയ്ക്കിപ്പുറമുള്ള കാഴ്ചയിൽ നിന്ന് വളരെ അപ്പുറം കാണാൻ കഴിയുന്ന ഏക ജീവി എന്ന് പറയുന്നത് മനുഷ്യനാണ്. ആ മനുഷ്യൻ്റെ ഉത്തരവാദിത്വങ്ങൾ അതാത് കാലഘട്ടത്തിൽ നിർവഹിക്കുക എന്നുള്ളത് സഭയുടെ പ്രധാനപ്പെട്ട ദൗത്യമാണ്. ഏത് സംഘടനയാണെങ്കിലും സഭയ്ക്ക് ഒരൊറ്റ ഉത്തരവാദിത്വമേ ഉള്ളൂ. അത് ഈ ലോകം ദൈവത്തിൻ്റെ ലോകമാക്കി മാറ്റുക. അപ്പോൾ ദൈവരാജ്യം സ്ഥാപിക്കുന്നതിനുള്ള വ്യത്യസ്തങ്ങളായ ഉപാധികളിൽ അതിൻ്റെ ഏറ്റവും പരമപ്രധാനമായ സഭയുടെ സംഘടന എന്നുള്ള നിലയിൽ ഈ വനിതാ മന്ദിരം കഴിഞ്ഞ 100 വർഷമായിട്ട് നിർവഹിക്കുന്ന സേവനങ്ങൾ വളരെ പ്രധാനമാണ്. 2 ശക്തീകരണങ്ങളാണ് വനിതാ മന്ദിരത്തിലൂടെ അതിൻ്റെ ആരംഭകാലത്ത് ശക്തീകരിച്ചിട്ടുള്ളത്. ഇപ്പോഴും അതിപ്രധാനമായ കാര്യം അത് തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതൊന്ന്, വേദപുസ്തകത്തിൻ്റെ വളരെ കൃത്യമായ ആഴമായ പഠനം, സിസ്റ്റമാറ്റിക് ലേണിംഗ് ഓഫ് ദ സ്ക്രിപ്ചർ. 2, എംപവറിങ് ദ ഫാമിലീസ്. അതുകൊണ്ട് വചനം വളരെ ഗൗരവമായി എടുക്കണമെന്ന് ഈ സഭയിൽ നമ്മുടെ അടിസ്ഥാന പ്രമാണമാണ്. യൂഹന്നാൻ മാർത്തോമായെക്കുറിച്ചൊക്കെ എപ്പോഴും പറയുന്നത്, അദ്ദേഹം വേൾഡ് കൗൺസിലൊക്കെ പറഞ്ഞു, മാർത്തോമാ സഭയുടെ പ്രത്യേകത, വാട്ട് ഈസ് ദ യുണീക്നെസ് ഓഫ് ദി മാർത്തോമാ ചർച്ച്. ഒരു സംശയമില്ലാതെ ഒറ്റ സെക്കൻഡിനുള്ളിൽ തിരുമേനി ഉത്തരം പറഞ്ഞു. ഓപ്പൺ സ്ക്രിപ്ചർ, തുറന്ന വേദപുസ്തക വായനയാണ്. ഇന്നിവിടെ ഇരിക്കുന്ന എല്ലാ അമ്മമാരോടും എനിക്ക് പറയാനായിട്ടുള്ളത്, നമ്മുടെ വീടുകളിൽ വേദപുസ്തക വായന അതീവ ഗൗരവമായി കാണും. കഴിഞ്ഞ 2.5 വർഷമായി ഞാൻ തുടർച്ചയായി ചോദിച്ച് നിരീക്ഷിച്ച് ഉറപ്പായി എനിക്ക് പറയാവുന്ന ഒരു കാര്യം, ആദ്യ കുർബാനയ്ക്ക് വന്ന് മുട്ടുകുത്തുന്ന കുട്ടികൾ ഒരു 12 വയസ്സ്, 13, 15 വയസ്സ് വരെയുള്ളതാണ്. അവരോട് അബ്രപ്റ്റായിട്ട് ചോദ്യങ്ങൾ ചോദിച്ചാൽ
അവർക്ക് കാപട്യമില്ലാത്തതുകൊണ്ട് കൃത്യമായ ഉത്തരം പറയും. അപ്പോൾ കഴിഞ്ഞ 2.5 വർഷത്തോളമായി ആദ്യ കുർബാനയിൽ ഒരിക്കലും തെറ്റാതെ ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നു, നിങ്ങളുടെ വീട്ടിൽ കൂടുതൽ വേദപുസ്തകം വായിക്കുന്നത് ആര്? നിങ്ങളാണോ, അമ്മയാണോ, അപ്പനാണോ, ഗ്രാൻഡ് പേരൻസ് ഉണ്ടെങ്കിൽ അവരാണ്? മാർത്തോമാ സഭയിൽ വേദപുസ്തകം വായിക്കുന്ന പുരുഷന്മാരുടെ എണ്ണം ക്രമാതീതമായി മുമ്പിലിരിക്കുന്നവരും ശ്രദ്ധിക്കണം, നിങ്ങളുടെ വീടുകളിൽ ഉറപ്പാക്കണം. സോ ഇത് നിങ്ങൾ ഉറപ്പാക്കേണ്ടുന്ന കാര്യം, വേദപുസ്തകം എല്ലാവരും വായിക്കുന്നു എന്നുള്ളതാണ്. ലളിതമായി തോന്നാം, വാട്ട് ഈസ് ആഫ്റ്റർ ഓൾ റീഡിങ് ദ ബൈബിൾ? ഒരു ക്രിസ്ത്യാനിയുടെ ഓണേഴ്സ് മാനുവൽ എന്ന് പറയുന്ന ഈ വചനത്താൽ ശുദ്ധീകരിക്കപ്പെടാത്ത ഒരൊറ്റ സ്ത്രീയോ പുരുഷനോ, അത് അച്ഛനായാലും ബിഷപ്പായാലും ഈ ഒരുപോലെ പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ട് ഇന്ന് നമുക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസമാണ്. നിങ്ങൾ ഇന്ന് മീഡിയയിലെല്ലാം കാണുന്ന ഒരു പേര് ജെമീമ റോഡ്രിഡ്ജ് എന്ന് പറയുന്ന ഒരു മഹാരാഷ്ട്രീയൻ, ബോംബെയിൽ താമസിക്കുന്ന കുട്ടിയുടെ ഈ സ്ത്രീകളുടെ ക്രിക്കറ്റിൽ സെമി ഫൈനലിൽ നമ്മുടെ രാജ്യത്തിന് അഭിമാനമായിക്കൊണ്ട് കഴിഞ്ഞ ദിവസം കളിച്ച കുട്ടിയാണ്. ആ കുട്ടി ജയിച്ചു കഴിഞ്ഞപ്പോൾ ചോദ്യം ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഫസ്റ്റ് ഓഫ് ഓൾ ഐ വാണ്ട് ടു താങ്ക് മൈ ലോർഡ് ആൻഡ് സേവിയർ ജീസസ് ക്രൈസ്റ്റ്. ഈ ലോകത്തോട് പറയുകയാണ്. എന്നിട്ട് ഈ വേദപുസ്തക വാക്യങ്ങൾ ആ കുട്ടി കൂട്ടുകയാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും ഈ ശതാബ്ദിയുടെ സമാപന സമ്മേളനത്തിൽ ഏറ്റവും പ്രധാനമെന്ന് എനിക്ക് ഇപ്പോൾ ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മളുടെ കുട്ടികളെ പ്രധാനമായും യേശു ക്രിസ്തുവിനെ സ്നേഹിക്കാൻ പഠിപ്പിക്കുക. അമ്മമാരെ, ദിസ് ഈസ് അവർ പ്രൈമറി റെസ്പോൺസിബിലിറ്റി. മേക്ക് ദം ടു ലവ് ജീസസ് ക്രൈസ്റ്റ് അവർ ലോർഡ് ആൻഡ് സേവിയർ. യേശു എന്ന് പറയാൻ മടിയുള്ള ആളുകൾ ഈ കൂട്ടത്തിൽ കാണും. വീട്ടിലിരിക്കുമ്പോൾ പറഞ്ഞേക്കാം, ക്വിസ് കോമ്പറ്റീഷനിൽ പറഞ്ഞേക്കാം, പള്ളിയിലിരിക്കുമ്പോൾ പറഞ്ഞേക്കാം. എന്നാൽ നമ്മളെക്കാൾ കുറച്ചുകൂടി അറിവുണ്ടെന്ന് നമുക്ക് തോന്നുന്നവരും പരിഷ്കാരികളുമായ ആളുകളിരിക്കുമ്പോൾ നമുക്ക് ജീസസ് ഈസ് മൈ ലോർഡ് എന്ന് പറയാൻ ഇവിടെ ഇരിക്കുന്ന ഒരമ്മമാർക്കും ദുരഭിമാനം തോന്നരുത്. 2, ഈ വേദപുസ്തകത്തെ സ്നേഹിക്കുവാൻ പഠിപ്പിക്കുക. ഇവിടെ ഇരിക്കുന്നവരോട് തന്നെ ചിലരോട് ഞാൻ മീറ്റിങ്ങുകളിൽ ചോദിച്ചിട്ടുണ്ട്, നിങ്ങളുടെ ചെറുപ്പപ്രായത്ത് വീട്ടിൽ വേദപുസ്തകത്തെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതിൻ്റെ അത്രയും, ബഹുമാനിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതിനെ പൂജിക്കുക എന്നുള്ളതല്ല, ടേക്ക് സ്ക്രിപ്ചർ വെരി സീരിയസ്. അപ്പോൾ യേശു ക്രിസ്തുവിനെ സ്നേഹിക്കാൻ പഠിപ്പിക്കുക, വേദപുസ്തകത്തെ സ്നേഹിക്കാൻ പഠിപ്പിക്കുക. വേദപുസ്തകം കയ്യിലെടുത്തുകൊണ്ട് പോകുന്നതിൽ അഭിമാനക്ഷതമുള്ള ആളുകൾ ഞാൻ ഉൾപ്പെടെ ഇവിടെ നിൽക്കുന്നവരിലൊക്കെ കാണും. അതിന് നമ്മൾ കണ്ടെത്തുന്ന ഒരു ഉത്തരവെന്ന് പറയുന്നത്, അതെല്ലാം മൊബൈലിലുണ്ടല്ലോ. അങ്ങനെയൊക്കെ പറയുന്നുണ്ട്, ദോഷമൊന്നുമില്ലായിരിക്കും. അവനവൻ്റെ കോൺഷ്യൻസിനോട് അവനവൻ ചോദിക്കേണ്ടുന്ന ചോദ്യമാണ്, ഞാൻ എത്രമാത്രം, ഹൂ ഈസ് ജീസസ് ക്രൈസ്റ്റ് ഫോർ മീ ആൻഡ് ഹൂ ഈസ് ജീസസ് ക്രൈസ്റ്റ് ഫോർ മൈ ചിൽഡ്രൻ. ഒരു പുസ്തകത്തിൽ യേശു ക്രിസ്തു അന്ത്യന്യായവിധിയിൽ ചോദിക്കുന്ന ചോദ്യമായിട്ട് 2 പറഞ്ഞിരിക്കുന്നതിൽ ഒന്നാമത്തെ ചോദ്യം, വാട്ട് ഡിഡ് യു ഡു വിത്ത് മൈ സൺ ജീസസ് ക്രൈസ്റ്റ്. നമ്മൾ ഒരുപാട് തത്വജ്ഞാനങ്ങൾ പറയുന്ന ഒരു ലോകമാണ്. അത് നല്ലതാണ്, നമുക്ക് കേൾക്കാൻ സന്തോഷമുണ്ട്, എനിക്കും ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ്. പക്ഷെ കാലങ്ങൾ കഴിയുന്തോറും നമ്മൾ ഉറപ്പാക്കേണ്ടുന്നത് തത്വജ്ഞാനങ്ങളല്ല, വളരെ പ്രായോഗികമായ കുടുംബത്തിൽ ആണ്. 2ാമത്തെ സേവികാ സംഘത്തിൻ്റെ വനിതാ മന്ദിരത്തിൻ്റെ ശക്തീകരണം എന്ന് പറയുന്നത്, ഇതെല്ലാം ഇതിൻ്റെ ചരിത്രത്തിൽ എഴുതിയിരിക്കുന്നതാണ്, എംപവറിങ് ദ ഫാമിലീസ്. കുടുംബത്തിൻ്റെ വീണ്ടെടുപ്പാണ് ലോകത്തിൻ്റെ രക്ഷയ്ക്ക് അടിസ്ഥാനം. ക്രിസോസ്റ്റം തിരുമേനി ആവർത്തിച്ച് പറയുന്ന ലളിതമായ ഒരു നിരീക്ഷണമുണ്ട്. ആദവും ഹവ്വയും തെറ്റ് ചെയ്തു, പാപം ചെയ്തു, അവർ ഈ തോട്ടത്തിൽ നിന്ന് വെളിയിലാക്കി. അപ്പോൾ ദൈവം ആലോചിച്ചു, ഞാൻ സൃഷ്ടിച്ചതാണ്, എൻ്റെ സ്വരൂപമാണ്, അവർ പാപം ചെയ്ത് അവർ ദൈവ തേജസ്സെല്ലാം കളഞ്ഞു, അവർ ഏദൻ തോട്ടത്തിന് വെളിയിലാണ്. എങ്കിലും അവരെ രക്ഷിക്കാനുള്ള മാർഗം എന്താണ്? അപ്പം ദൈവം സൂപ്പർ ഇൻ്റലിജൻ്റാണ്. ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന ദൈവം ഇറ്റേണൽ ആയതുകൊണ്ട് നമ്മൾ ഇന്നാണ് AI കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്.
അപ്പം ഇറ്റേണലായ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അവസാനമില്ലാത്ത അറിവുള്ള ദൈവം തൻ്റെ സർവ്വ അറിവും കൊണ്ട് ഹൗ ക്യാൻ ഐ റിഡീം ദ ഫോളൻ വേൾഡ്, അതിനൊരുപാട് കാര്യങ്ങൾ ചിന്തിച്ചു. ഇത് തിരുമേനിയുടെ ഒരു അഭിപ്രായമാണ്. അന്ന് എന്നുള്ള പദമില്ലെന്നേ ഉള്ളൂ, അത് ഞാനിപ്പോൾ ഉപയോഗിച്ചെന്ന് മാത്രമേ ബാക്കി തിരുമേനിയുടെ പറയാം. അങ്ങനെ ദൈവം കണ്ടെത്തി, ദർ ഈസ് ഓൺലി വൺ ഓപ്ഷൻ ടു റിഡീം ദിസ് വേൾഡ്, ടു മേക്ക് അനദർ മോഡൽ ഫാമിലി. അത് നമ്മൾ കാണുന്നത് പുതിയ നിയമത്തിലാണ്. ജോസഫ്, മേരി ആൻഡ് ജീസസ്, ആ ഹോളി ഫാമിലി, തിരുകുടുംബം. അതുകൊണ്ട് നമ്മളുടെ ഈ സമാപന ദിനത്തിൽ നമ്മുടെ വനിതാ മന്ദിരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തീകരണമായ കുടുംബത്തിൻ്റെ വീണ്ടെടുപ്പ്, അതിലൂടെ ഈ സഭയെ വീണ്ടെടുക്കാനും ഈ ലോകത്തെ രക്ഷിക്കുവാനുമുള്ള ഭാരിച്ച ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ്. ഇതാണ്, അതത്ര ലളിതമായി നമുക്ക് ചെയ്യാവുന്നതല്ല, ദൈവകൃപയോടെ നമ്മൾ ചെയ്യേണ്ടതാണ്. അത്തരത്തിലാണ് ഈ 100 കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ ഈ വനിതാ മന്ദിരം നിൽക്കുന്ന സെവിയാ സംഘത്തിൻ്റെ ഈ 11ഓളം ഏക്കർ സ്ഥലം ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇവിടെ കിടക്കുന്നു, അങ്ങനെ കിട്ടിയതല്ല. ഇറ്റ് വാസ് എ ഡെലിബറേറ്റ് ഡിസിഷൻ. നിക്കോൾസൻ്റെ അടുത്ത് ഈ സ്ഥാപനം വന്നാൽ നിക്കോൾസണിലെ അവിടെയുള്ള ആളുകളുടെ അറിവ് ഇവിടെയുള്ള പ്രവർത്തനങ്ങൾക്ക് സഹായകരമാകും എന്നുള്ള ബോധ്യത്തിലാണ് ഈ സ്ഥലം കണ്ടത്. അപ്പോൾ നോക്കിക്കോണം, എങ്ങനെയാണ് നമുക്ക് യുക്തിസഹജമായി കാര്യങ്ങളെയെല്ലാം കോർത്തിണക്കി ഒരു പൊതു സമൂഹത്തിൻ്റെ നന്മ സ്വീകരിച്ച് ഒരു സ്ഥാപനം വളർത്തിയെടുക്കാവുന്നതെന്ന് ഇന്ന് കൂടുതലും ഇൻഡിപെൻഡൻ്റ് ആകാനായിട്ട് ശ്രമിക്കുകയാണ്. ഇൻഡിപെൻഡൻ്റ് ആണ്, ഓരോ മതിലുകൾ കെട്ടി ഞങ്ങളുടേത് അവരുടേത് അല്ല. ഒരു കോർപ്പറേറ്റ് ഗ്രോത്ത് നമുക്ക് സാധിക്കത്തക്കവണ്ണം 100 വർഷങ്ങൾക്ക് മുമ്പ് ഈ സേവികാ സംഘത്തിൻ്റെ ചുമതലക്കാരും അന്നത്തെ ഇതിന് ആലോചനകൾ നൽകിയ ആളുകളും ഇതിന് പ്രവർത്തിച്ചു എന്നുള്ളത് നമുക്ക് ഈ കാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ പ്രവർത്തനങ്ങൾക്ക് ചില കൃത്യമായ ദിശാബോധം നൽകുന്നതിനും ഇടയാകണം. അത് വളരെ പ്രധാനമാണ്. ഇപ്പോഴാണ് നമ്മൾ ഈ ഇൻ്റർ ഡിസിപ്ലിനറി കോഴ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞത്. 100 കൊല്ലം മുമ്പ് അതിൻ്റെ ഒരു പ്രോട്ടോടൈപ്പ് എന്നുള്ള നിലയിൽ നമുക്ക് ഇൻ്റർ ഡിസിപ്ലിനറി എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് എല്ലാവരുടെയും നന്മ സ്വാംശീകരിച്ച് പൊതുപ്രയോജനത്തിന് സഹായകരമായി ഉപയോഗിക്കുന്നതിന് അവസാനമായിട്ട് ഒരു കാര്യം കൂടെ എൻ്റെ മനസ്സിൽ വരുന്നത്, ഇതിൻ്റെ ആദ്യത്തെ പ്രിൻസിപ്പൽ മിസ് കല്ലവേ ആണ്. 1925 മുതൽ 22 വർഷം, 22 ലോങ് ഇയേഴ്സ് ഓസ്ട്രേലിയക്കാരിയായ ആ മദാമ്മ ഈ നാട്ടിൽ 100 കൊല്ലം മുമ്പ് ഇവിടുത്തെ ഒരു സ്ഥിതിയും സാഹചര്യമൊക്കെ നമുക്കറിയാം. അവർ ബേക്കർ മെമ്മോറിയൽ സ്കൂളിൽ അധ്യാപികയായിരുന്നു എന്നും അന്നത്തെ CMS മിഷണറിയുടെ ചുമതലക്കാരോട് ടൈറ്റസ് സെക്കൻഡ് തിരുമേനി ഇങ്ങനെ ഈ സ്ഥാപനത്തിന് അവരെ വിട്ടുതരണമെന്ന് ആവശ്യപ്പെടുകയും അവർ സന്തോഷത്തോടുകൂടെ ആ മാന്യ വനിത ഇവിടെ വന്ന് പ്രവർത്തിക്കാൻ അനുവദിക്കുകയും ചെയ്തു. അപ്പോൾ നമ്മളവിടെ ആ ഹോളിൽ ഇരിക്കുമ്പോൾ ആദ്യം വെച്ചിരിക്കുന്നത് ഈ മഹദിയുടെ മിസ് കല്ലവയുടെ പടമാണ്. അപ്പോൾ അവിടെയൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് ഈ ഓസ്ട്രേലിയയിൽ ജീവിച്ച ഒരു വനിതയാണ്. നിശ്ചയമായിട്ടും പരിഷ്കൃതമായ ഒരു രാജ്യം, സാമ്പത്തിക ഭദ്രതയുള്ള ഒരു രാജ്യം. അപ്പോൾ ഒരു ഇൻകാർണേഷണൽ തിയോളജി പോലെ നമുക്ക് തോന്നും. ഉയർന്നതിൽ നിന്ന് താണതിലേക്ക് വന്ന് താണതിനെ ഉയർത്തുക എന്നുള്ളത്. ഇന്ന് നമ്മുടെ സഭയുടെ പ്രവർത്തനങ്ങൾ സുവിശേഷപരവുമായി ബന്ധപ്പെട്ട് കാണുമ്പോൾ ഈ ഉന്നതിയിൽ നിന്ന് താഴോട്ട് വന്നല്ല, ഈ താഴെയിൽ നിന്നാണ് നമുക്ക് കാണുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ഒരമ്മമാരുടെയും ഈ സമർത്ഥരായിട്ടുള്ള കുട്ടികൾ സുവിശേഷ വേലയ്ക്ക് ചുരുക്കമാണ്. പല പാവം പിടിച്ച വീട്ടിൽ ജനിക്കുന്ന പാവപ്പെട്ടതായതുകൊണ്ട് വന്നതിനല്ല, ദൈവവിളി ഉള്ളതുകൊണ്ട് വന്നതാണ്. ഇവിടെ ഇരിക്കുന്ന നമ്മളോട് ആലോചിക്കണം. നമ്മുടെ ഒന്നും സമർത്ഥരായ കുട്ടികൾ യുവജന സഖ്യത്തിലില്ല, വളരെ ചുരുക്കമാണ്. ഇല്ലെന്നൊന്നും ഐ കനോട്ട് മേക്ക് കാറ്റഗോറിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, പക്ഷെ വളരെ ചുരുക്കമാണ്. മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന, IITയിൽ പഠിക്കുന്ന, NITയിൽ പഠിക്കുന്ന കുട്ടികൾ യുവജന സഖ്യത്തിൽ ചുരുക്കമാണ്. ആകെ എനിക്ക് അത്ഭുതം തോന്നി 2 കുട്ടികളെ കുറച്ച് നാൾ തോന്നുന്നു. ഞാൻ കാലിക്കട്ടിലിരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, അവൻ NITയിൽ ഫൈനൽ ഇയർ സ്റ്റുഡൻ്റാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ മല്ലപ്പള്ളി വെസ്റ്റ് യുവജന സഖ്യത്തിൻ്റെ സെക്രട്ടറിയാണ്. എനിക്ക് അഭിമാനം തോന്നി.
ഈ ഒരു കൊല്ലം മുമ്പ് കൊട്ടാരക്കര ഒരു കുട്ടി, അവൻ സെൻട്രൽ സെക്രട്ടറിയാണ്, അവൻ എംടെക്കിന് പഠിക്കുകയാണ്. ചുരുക്കമാണ്. ഇവിടെ ഇരിക്കുന്ന നമ്മൾ വി ഹാവ് ഈവൻ ടു റീതിങ്ക് അവർ സ്പിരിച്വാലിറ്റി. ഇതൊക്കെ ഗൗരവമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ഇന്ന് ഇങ്ങനെ കൂടി വന്നത് വെറുതെ ഇങ്ങനെ വന്നതല്ല. നമുക്ക് ചില തീരുമാനങ്ങൾ, അത് ഏറ്റവും ബേസിക്കായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കും. അത് ഒന്ന് ഞാൻ പറഞ്ഞത്, നമ്മളും നമ്മുടെ കുഞ്ഞുങ്ങളും യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുന്നുവെന്ന് ഉറപ്പാക്കും. വീടുകളിൽ വളരെ പ്രധാനമായും വേദപുസ്തകം വായിക്കണം. ദ വേർഡ് പ്യൂരിഫൈസ്. ലെറ്റ് us be purified by the power of the word. Let us be wordy people in an unholy world. ഇത് നമുക്ക് ഒന്നാമതായിട്ട്. രണ്ടാമതായിട്ട് ഞാൻ പറഞ്ഞത്, നമ്മുടെ സമർത്ഥരായിട്ടുള്ള കുട്ടികൾ സുവിശേഷ വേലയ്ക്ക് വരണം. ഇവിടെ സത്യത്തിൽ ജനറൽ സെക്രട്ടറിയോടും ഇതിൻ്റെ വനിതാ മന്ദിരത്തിൻ്റെ പ്രിൻസിപ്പലിനോടൊക്കെ ചോദിച്ചാൽ അറിയാം. ഇവിടെ മാത്യു ടി പറഞ്ഞു, ഒരു കാലത്ത് വനിതാ മന്ദിരത്തിൽ അഡ്മിഷൻ കിട്ടാൻ റെക്കമെൻഡേഷൻ വേണമായിരുന്നു. ഇപ്പോൾ അത് വേണ്ട. കാരണം അങ്ങനെയൊന്നും ആരും വരുന്നില്ല. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ മെത്രാപ്പോലീത്ത ഞാൻ അപേക്ഷ സമർപ്പിച്ചുകൊണ്ട് പറയുന്നു, നിങ്ങളുടെ മക്കളൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ ഇവിടെ പ്രായമുള്ളവരെ കുറിച്ചല്ല, ഒരു 40 താഴത്തുള്ളവർ, ലെറ്റ് us think about one more child. ഞാൻ മാരാവണ സെവിഹാ സംഘത്തിന് പറഞ്ഞ ആരും കേട്ടില്ല, ഇപ്പോഴും കേൾക്കുകയില്ല. അങ്ങനെ ഒരു കുഞ്ഞ് ജനിച്ചാൽ നിങ്ങൾക്ക് അവരെ പഠിപ്പിക്കാൻ ഒക്കുകയില്ല എന്നുകൊണ്ട് അത് മെത്രാപ്പോലീത്ത അറിഞ്ഞിട്ടില്ല. മെത്രാപ്പോലീത്ത പേരിലാണ് ഇതെല്ലാം പറയുന്നത്. ഞാൻ പറഞ്ഞു, മെത്രാപ്പോലീത്ത അനുവാദിക്കുമെന്നുള്ള പ്രത്യാശയോടുകൂടി ഈ സഭ അവരെ പഠിപ്പിച്ചോളാം. ഇതൊക്കെ ലളിതമായി നിങ്ങൾ എടുക്കരുത്. നമ്മൾ വളരെ സെൽഫിഷാണ്. ഞാനും എൻ്റെ ഫാമിലിയും വി ടുഗദർ ഫോർ ദ വേൾഡ്. അപ്പോൾ ദൈവത്തിന് നമ്മുടെ കുടുംബങ്ങളെ ഉപയോഗിക്കണം. സമർത്ഥരായിട്ടുള്ള ആളുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോൾ ഒരാൾ എഴുന്നേറ്റ് ചോദിക്കുക, അങ്ങനെ എൻ്റെ കുട്ടിയെ NIT പഠിക്കുന്ന കുട്ടിയെ വിട്ടാൽ എന്തോ ചെയ്യാനാണ് പോകുന്നത്? എനിക്കിപ്പോൾ ഉടനെ ഉത്തരം പറയാൻ അറിയത്തില്ല. പക്ഷേ there is a space. നമുക്ക് പുതിയ സ്ഥലങ്ങൾ വരും, പുതിയ ചിന്തകൾ വരും, പുതിയ ലോകം നമുക്ക് സൃഷ്ടിക്കാം. Together we have to create a new world order, and that is making the kingdom a reality in the world, in history, in and through our mission work. ഇത് നമുക്ക് സാധിക്കട്ടെ. അതിന് നമുക്ക് ഈ സമൂഹത്തോട് പറയാനുള്ളത്, നമ്മളും ഈ സമൂഹത്തിൻ്റെ ആവശ്യങ്ങളിൽ കൂടെയുണ്ട്. ഓരോരുത്തരും മറ്റുള്ളവരോട്, നിന്നോടുകൂടെ ഞാനുണ്ട്, നിനക്കെനിക്ക് വേണമെന്നുള്ള ഒരു പരസ്പരം നമുക്ക് ഊന്നുവടികളാകുന്ന ഒരു സംസ്കാരമാണ് സഭയിൽ വളരേണ്ടത്. കരുതലോടും കരുണയോടും കൂടിയ. മഹാരാജാസ് കോളേജിൽ ഒരു ദിവസം ഒരു ചെറുപ്പക്കാരൻ വെളിയിൽ നിൽക്കുകയാണ്, ഗേറ്റിന് വെളിയിൽ. ബാലചന്ദ്രൻ ചുള്ളിക്കാട്, നിങ്ങളെല്ലാം കേട്ടിട്ട് പറഞ്ഞിട്ടുള്ള ആളാണ്. അപ്പോൾ ഒരു കാറ് വന്ന് അവിടെ നിർത്തി. ആ പ്രായമുള്ള ആൾ ചോദിച്ചു, ബാല നീ എന്നാ ഇവിടെ നിൽക്കുന്നത്? ചോദിച്ച ആളുടെ പേര് ഈ ജോസഫ് പുതുശ്ശേരി, നമ്മുടെ ഇപ്പോഴത്തെ MLA അല്ല, അന്നൊരു രാഷ്ട്രീയ പ്രവർത്തനമുണ്ടായി. പറഞ്ഞു, ഫീസ് കൊടുക്കാനില്ലാത്തതുകൊണ്ട് കോളേജിൽ നിന്ന് ഇറക്കി വിട്ടതാണ്, ഇനിയും ഫീസ് കൊടുക്കാൻ മാർഗവുമില്ല. ഈ ജോസഫ് പുതുശ്ശേരി എന്ന ആ സാമൂഹ്യ പ്രവർത്തകൻ പറഞ്ഞു, ബാല, ദൈവം കൂടെയുണ്ട്, ഞാനും കൂടെയുണ്ട്. ഇതെല്ലാവർക്കും എളുപ്പമാണ്. ദൈവം നോക്കിക്കോളും, ദൈവം സഹായിച്ചോളും. ഞാൻ കൂടെയുണ്ടെന്ന് പറയാൻ മെത്രാനും അച്ഛനും ആത്മായക്കാരനൊന്നും ഇല്ലെന്ന് നമ്മൾ പറയരുത്. നിശ്ചയമായിട്ടും കാണും, കുറവാണ്. ഞാൻ കൂടെയുണ്ടെന്ന് ലോകത്തോടെ പ്രഖ്യാപിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ദൈവത്തിൻ്റെ രക്ഷയുടെ കൂടിൻ്റെ പേരാണ് സഭ. അതിലെ അതിപ്രധാനപ്പെട്ട സംഘടനയാണ് സേവികാ സംഘം. അതിൻ്റെ ഒരു ജീവധാരയാണ് നമ്മളുടെ വനിതാ മന്ദിരം. അത്തരത്തിൽ ഈ ലോകത്തോട്, അയൽവക്കക്കാരോട്, കൂടെയുള്ളവരോട് ഞാനും കൂടെയുണ്ട് റോഹേ എന്ന്. അപ്പോൾ ഒരുപാട് കുട്ടികൾ പഠിക്കും. ഇവിടെ സേവികാ സംഘത്തിൻ്റെ തീരുമാനങ്ങൾ, ഈ വർഷത്തെ ജനബോഡിയുടെ തീരുമാനങ്ങൾ, ഒന്ന്, കൂടുതൽ വനിതകളെ തിയോളജിക്കൽ സ്റ്റഡീസിന്, അന്ന് ആ മീറ്റിങ്ങിനാണെന്ന് തോന്നുന്നു അശ്വതി ഇവിടെ വന്നത്, അല്ലേ? അശ്വതി ഇവിടെ വന്നത്, നമ്മുടെ പെറാമ്പൂരിലെ അശ്വതി വന്നത്, അതെ, അവിടെയും കൂടെ ഒരു നിർദ്ദേശമാണ് കൂടുതൽ. അടുത്ത ജൂണിൽ സേവികാ സംഘം ഈ മെത്രാപ്പൊലീത്തയാണ് ഈ രാജ്യത്ത് അല്ലെങ്കിൽ സ്റ്റേറ്റിൽ ആദ്യം ആരംഭിച്ചത്. നമ്മുടെ മണിപ്പൂരിൽ നിന്നുള്ള കുട്ടികൾ ഇപ്പോൾ നിക്കോൾസണിൽ പഠിക്കുന്നുണ്ട്, കലയപുരത്തുണ്ട്, കൊട്ടാരക്കരയുണ്ട്. 20 കുട്ടികളെ
നമ്മുടെ വനിതാ മന്ദിരത്തിലോ അല്ലെങ്കിൽ തീയാടിക്കലുള്ള സ്ഥലത്തോ താമസിച്ച് പഠിപ്പിക്കുന്നതിനുള്ള തീരുമാനമുണ്ട്. ഇതൊക്കെ ഏതാണ്ട് ഔദാര്യം ചെയ്യുന്നതല്ല, നമ്മുടെ ചെറിയ ചെറിയ ഉത്തരവാദിത്വങ്ങളായി കാണുകയും എല്ലാവരും വനിതാ മന്ദിരത്തെ സ്നേഹിക്കുകയും സേവികാ സംഘത്തിൽ ഗൗരവമായി പ്രവർത്തിക്കുകയും നമ്മുടെ ലോകം ദൈവം ആഗ്രഹിക്കുന്ന പുതിയ ലോകമാകുന്നതിന് ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് അല്പസമയം കൂടുതൽ എടുത്തു പോയത് നിങ്ങൾ ക്ഷമിക്കണം എന്ന് നിങ്ങളോട് അപേക്ഷിക്കുന്നില്ല, പറഞ്ഞു പോയില്ലേ, ഇനി നിങ്ങളങ്ങ് വഹിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഇത്രയും നേരം ഇങ്ങനെ കേട്ടിരുന്ന നിങ്ങളെ ദൈവം നിത്യതയിൽ പ്രവേശിക്കാൻ കൂടുതൽ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെയും വിശേഷാൽ സേവികാ സംഘത്തെയും ഏറെ വിശേഷാൽ വനിതാ മന്ദിരത്തെ എൻ്റെ പ്രവർത്തകരെയും അനുഗ്രഹിക്കട്ടെ.